Hello dear students, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്ഷൻ കവർ ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ഡെഫിനിഷനും കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടെങ്കിൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt ആണ്. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ L of f equal to integral 0 to infinity e raised to minus st into f of t dt. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നമ്മൾ ഈ ഫംഗ്ഷൻ എൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പറേറ്റർ പോലെയാണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ്. ഇനി ലീനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ളതാണ് ആദ്യത്തെ തിയറം എന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ലീനിയർ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് നമ്മളൊരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, എ ആൻഡ് ബി എന്നുള്ള രണ്ട് കോൺസ്റ്റൻസ്, അതുപോലെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി, അങ്ങനെ രണ്ട് ട്രാൻസ്ഫോംസ് ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും ട്രാൻസ്ഫോം ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൽ ഓഫ് a into f of t plus b into g of t എന്ന് പറയുന്നത് a into l of f of t plus b into l of g of t ആണ്. അതായത് l of a into f of t plus b into g of t equal to integral 0 to infinity e raised to minus st into നമ്മൾ by basic definition of Laplace transform നമുക്ക് എന്ത് എഴുതാം? ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. that is integral 0 to infinity e raised to minus st into a into f of t plus b into g of t dt by definition of Laplace transform. now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു e raised to minus st ഈ രണ്ട് സമ്മണിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? e raised to minus st a into e raised to minus st into f of t dt plus b into e raised to minus st into g of t എന്ന് കിട്ടും. now നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. that is a into integral 0 to infinity e raised to minus st into f of t dt plus b into integral 0 to infinity e raised to minus st into g of t dt. now ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t ആണ്. അതുപോലെ ഈ ഡെഫിനേഷൻ that is integral 0 to infinity e raised to minus st g of t dt എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് g of t ആണ്. അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? a into l of f of t plus b into l of g of t. hence we have proved the linearity of Laplace transform. ഇങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ടിയുടേത് 1/s², ടി റേസ് ടു n എന്നത് n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n+1. അതുപോലെ ടി റേസ് ടു a ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഗാമ a+1 ബൈ s raised to a+1 ആണ്. if a is a real number. natural number ആണെങ്കിൽ n factorial by s raised to n+1. now e raised to a യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s minus a cos omega t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം s by a square plus omega square. sin omega t യുടെ ആണെങ്കിൽ omega by a square plus omega square. cos h t യുടെ s by a square minus a square. അതുപോലെ sin h t യുടെ a by a square minus a square. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ഒരു തിയറം പഠിച്ചതിന് ശേഷം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം ഇത് രണ്ടും വെട്ടേക്കുക. നമുക്ക് അടുത്ത തിയറത്തിന് ശേഷം നോക്കാം. e raised to 80 cos omega t എന്ന് പറഞ്ഞതും അതുപോലെ e raised to 80 sin omega t എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിലേക്ക് പോവാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ e raised to 80 into എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ ആണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്. അതായത് എഫ് ഓഫ് ടിക്ക് ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അങ്ങനെയെങ്കിൽ e raised to 80 എഫ് ഓഫ് ടിക്ക് ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടാവും. അത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഗിവൺ s minus a is greater than k. in formulas നമുക്ക് എങ്ങനെ എഴുതാം? l of e raised to 80 f of t എന്ന് പറയുന്നത് ക്യാപിറ്റൽ f of s minus a ആണ്. ഇത് ഇൻവേഴ്സ് നമ്മൾ രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to 80 f of t equal to l inverse of f of s minus a എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ജനറലി നമ്മൾ എന്താ ചെയ്യുക? LHS എടുക്കുക, l of e raised to 80 f of t എടുക്കുക. now by definition of Laplace transform definition വെച്ച് നമുക്ക് എന്ത് പറയാം? integral 0 to infinity e raised to minus st into this function, that is e raised to 80 f of t dt ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ e raised to minus st ആണ്, ഇവിടെ e raised to 80 ആണ്. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to a അല്ലെങ്കിൽ a raised to m into a raised to n a raised to m plus n. ആ ഫോർമുല വെച്ച് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to infinity e raised to ഒരു മൈനസ് ഇങ്ങ് കോമൺ എടുക്കുക, s minus a into t എന്ന് കിട്ടും ഇവിടെ, into f of t dt. ഇനി ഈ s minus a ക്ക് നിങ്ങൾ s dash എന്ന് കൊടുക്കുക. അപ്പം എന്ത് കിട്ടും?
വേറെ ബാക്കിയുള്ള വേരിയബിൾസിനൊന്നും മാറ്റമില്ല. ജസ്റ്റ് എസ് ഡാഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 to infinity e raised to minus s dash of t into f of t dt. ഈ ഡെഫിനിഷൻ എന്തിൻ്റെയാണ്? എഫ് ഓഫ് എസ് ഡാഷിൻ്റെയാണ്. അതായത് ലാപ്ലാസ്, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതിയല്ലോ. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണ്? ഇന്റഗ്രൽ 0 to infinity e raised to minus s t into f of t dt ആണ് അല്ലേ. അപ്പം ഇതെന്തായിരിക്കും? എഫ് ഓഫ് എസ് ഡാഷ് ആയിരിക്കും. ഇനി എഫ് ഓഫ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എസ് ഡാഷ് എന്താണ്? എസ് മൈനസ് എ ആണ്. സോ എഫ് ഓഫ് എസ് മൈനസ് എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? e raised to 80 into f of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ ആണെന്ന് കിട്ടി. ഇനി അടുത്തൊരു ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്താണെന്നുള്ളത്. ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഹാസ് എ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഗ്രോ ടു ഫാസ്റ്റ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടാവും ഇഫ് അത് പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തുണ്ടാവും? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും. നൗ അത് നമ്മൾ എഫ് ഓഫ്, അപ്പം അതിന് ഇൻ ഷോർട്ട് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു e raised to kt എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് പറയും? ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പം ഇതാണ് നമ്മുടെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിസ്റ്റൻസ് തിയറത്തിൽ നമ്മൾ ഈ ഗ്രോത്ത് റെസ്ട്രിക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. എക്സിസ്റ്റൻസ് തിയറം എന്താ പറയുന്നത്? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. പിന്നെന്താ? പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലെ തിയറം പഠിച്ച സമയത്തും പറഞ്ഞിരുന്നു. എഫ് ഓഫ് ടി ഡിഫൈൻഡ് ആയിരിക്കണം, പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം, ഓൺ എവറി ഫൈനൈറ്റ് ഇന്റർവെൽ ഓൺ ദ സെമി ആക്സിസ്. ഇവിടെ എല്ലായിടത്തും ടി ഗ്രെറ്റർ ഈക്വൽ ടു 0യുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഇന്റർവെൽ എന്തായിരിക്കണം? ഡിഫൈൻഡ്, പീസ് വൈസ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ സം കോൺസ്റ്റൻസ് എം എൻ കെ, ദെൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എൽ ഓഫ് എഫ് എക്സിസ്റ്റ് ഫോർ ഓൾ എസ് ഗ്രേറ്റർ ദാൻ കെ. എല്ലാ എസ് ഗ്രേറ്റർ ദാൻ കെക്ക് നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് എക്സിസ്റ്റൻസ് തിയറം പറയുന്നത്. അതായത് എഫ് ഓഫ് ടി ഡിഫൈൻഡ് ആയിരിക്കണം, പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഓൺ ദ സെമി ആക്സിസ് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്? ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് എക്സിസ്റ്റ് ഫോർ ഓൾ എസ് ഗ്രേറ്റർ ദാൻ കെ. അതിന്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ പറയാം? എഫ് ഓഫ് ടി ഡിഫൈൻഡ് ആണ്, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ e raised to minus s t into f of t എന്തായിരിക്കും? ഇന്റഗ്രബിൾ ആയിരിക്കും ഓവർ എനി ഫൈനൈറ്റ് ഇന്റർവെൽ ഓൺ ദ y ആക്സിസ്. അപ്പം ഏത് ഫൈനൈറ്റ് ഇന്റർവെല്ലും നമ്മുടെ ഈ e raised to minus s t into f of t എന്ന് പറയുന്നത് ഇന്റഗ്രബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൽ ഓഫ് എഫിന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എൽ ഓഫ് എഫ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഓഫ് എൽ ഓഫ് എഫ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇന്റഗ്രൽ 0 to infinity e raised to minus s t into f of t dt. അപ്പം അതെന്ത് വരും? മോഡ് ഓഫ് ഇന്റഗ്രൽ 0 to infinity e raised to minus s t into f of t dt which is less than or equal to integral 0 to infinity modulus of e raised to minus s t into f of t dt. നമ്മൾ ഇന്റഗ്രൽ അകത്തോട്ട് മോഡുലസ് കൊണ്ടുവരുമ്പോൾ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരും. അതിനുശേഷം നമുക്ക് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം e raised to minus s t എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് ഇവിടെ മോഡുലസ് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to infinity മോഡുലസ് ഓഫ് f of t into dt എന്ന് എഴുതാൻ പറ്റും. നൗ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എഫ് ഓഫ് ടി ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity m e raised to kt into e raised to minus s t dt എന്ന് എഴുതാൻ പറ്റും. നൗ ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to t into s അല്ലെങ്കിൽ k മൈനസ് എസിന്റെ ഇന്റഗ്രൽ ആണ്. ദാറ്റ് ഈസ് വിൽ ഗെറ്റ് മൈനസ് e raised to minus s minus k, എമ്മും കൂടിയുണ്ട്, എം വിത്തിൻ ദ ലിമിറ്റ് 0 to infinity ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നൗ ഇന്റഗ്രേറ്റ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അത് വെച്ച് നമുക്ക് എന്ത് വരും? ഇവിടെ m by s minus k എന്ന് വരും. ദിസ് ഇസ് ഓൾസോ ഫൈനൈറ്റ് സെൻസ്. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് നമ്മൾ പുറത്തെടുത്തു, എം ആണ്. ബാക്കി എന്തുണ്ട്? e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്, ബൈ s minus k മൈനസ് 0 by s minus e raised to 0 by s minus k. ദാറ്റ് ഇസ് വിൽ ഗെറ്റ് മൈനസും പ്ലസ്, ദാറ്റ് ഇസ് m by s minus k എന്ന് തന്നെ വരും. ദാറ്റ് ഇസ് ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഓഫ് എഫിന്റെ മോഡുലസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇതിന്റെ എന്ത് പറയാൻ പറ്റും? എൽ ഓഫ് എഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, ഫൈനൈറ്റ് ആണ്, എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് എക്സിസ്റ്റൻസ് തിയറം ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ യൂണിക്നെസ് എന്താ പറയുന്നത് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ, if the Laplace transform of a given function exists, it is uniquely determined. ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷന്റെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എപ്പോഴും യൂണീക്ക് ആയിരിക്കും. കൺവേഴ്സ്ലി ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് if two functions have the same transform then these functions cannot differ over intervals of positive length. അതായത് രണ്ട്
ഫംഗ്ഷൻസിന് സെയിം ട്രാൻസ്ഫോം ആണുള്ളതെങ്കിൽ ആ ഫംഗ്ഷൻസും ഡിഫർ ചെയ്യാൻ പറ്റില്ല എവിടെ ഇന്റർവെൽസ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. ഇൻ ഷോർട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞത് എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്ന് പറയാം. അപ്പം യുണീക്നെസ് ഉണ്ട്, എക്സിസ്റ്റൻസും ഉണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതും പിന്നെ നമുക്ക് എന്തും കൂടെ പറയാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഇല്ലാത്തതുമായ ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് e⁻t² എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചെന്ന് വരാം. ഇപ്പം നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോർഷനിൽ നിന്നും ഇച്ചിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതോടെ ഓർത്ത് വെച്ചേക്കാം. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്റഗ്രൽ 0 to ∞ e⁻st f(f) dt ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ. ഇനി അതിന്റെ ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡെറിവേറ്റീവിലൂടെ നമ്മൾ നോക്കുന്നത്. The transform of the first derivative of f of t satisfies L of f dash equal to s into L of f minus f of 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷിനെ. ഇത് എവിടേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്? എഫ് കണ്ടിന്യൂസ് ഫോർ ഓൾ t greater than or equal to 0. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നീടോ എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ അതുപോലെ ഈ 3 കാര്യങ്ങൾ t greater than or equal to 0 എന്ന് പറഞ്ഞ സെമി ആക്സിസിൽ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് L of f ഡാഷിനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഒന്ന് എഫ് ഡാഷ് കണ്ടിന്യൂസ് ആയിരിക്കണം, 2 ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, എഫ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം ഓൺ എവറി ഫൈനൈറ്റ് ഇന്റർവൽ ഓൺ ദ സെമി ആക്സിസ് t greater than or equal to 0. അങ്ങനെയെങ്കിൽ നമുക്ക് L of f ഡാഷിനെ എങ്ങനെ പറയാം? s into L of f minus f of 0 എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൂഫിലോട്ട് വരാം. നമുക്ക് ഈ ഒരു ഫസ്റ്റ്, അതായത് L of f dash equal to s into L of f minus f of 0 പ്രൂവ് ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ ഒരു അഡീഷണൽ അസംപ്ഷൻ കൂടി എടുക്കുന്നു. എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുക. എഫ് ഡാഷ് ആദ്യം നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുന്നു, അതിനുശേഷം പീസ് വൈസ് കണ്ടിന്യൂറ്റിയുടെ കാര്യം പറയുന്നു. അപ്പം സപ്പോസ് എഫ് ഡാഷ് ഇസ് കണ്ടിന്യൂസ്, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? L of f dash എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ∞ e⁻st into f dash of t dt ആണ്. നമുക്കിവിടെ integration by parts apply ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? e⁻st into f of t, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് വിത്തിൻ ദ ലിമിറ്റ് 0 to ∞ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇന്റഗ്രൽ ഓഫ് 0 to ∞ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ dt. അപ്പോൾ അത് നിന്ന് വരും നമുക്ക് s ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞. നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് മൈനസ് എസ് എന്നുള്ളൊരു ടേം കിട്ടിയത്. ആ മൈനസ് ഇവിടെ ഒരു നേരത്തെ മൈനസ് ഉണ്ടായിരുന്നു, അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന് ഒരു മൈനസും കൂടെ പ്ലസ് ആവും. ദാറ്റ് ഇസ് പ്ലസ് s into integral 0 to ∞ e⁻st into f of t dt. അപ്പം ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മൈനസ് e⁻∞ എന്ന് പറയുന്നത് 0 ആണ്. സോ ഫസ്റ്റ് ടേം 0 ആയി ഇപ്പം മൈനസ് e⁻0 is 1 and f of 0 എന്ന് പറഞ്ഞാൽ f of 0 തന്നെയാണ്. അപ്പം നമുക്ക് എന്തൊരു മൈനസ് f of 0 പ്ലസ് ഇവിടെ നമ്മൾ ഇതെന്താണ്? നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f ആണ്. അപ്പം s into L of f എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൂഫ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആകെ ഒരു ഡെഫിനിഷനാണ് ഡെഫിനിഷൻ ഓഫ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ആദ്യം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി എഴുതേണ്ടതുള്ളത് എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെന്നും കൂടി എഴുതുക ഫസ്റ്റ് കേസിൽ. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുക എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത്. കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രൂഫ് തന്നെ ഫോളോ ചെയ്യാം വിത്ത് ദ റെസ്ട്രിക്ഷൻ ദാറ്റ് എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണല്ലോ, അതായത് ഒരു ഇന്റർവെല്ലിൽ ഫുള്ളിൽ കണ്ടിന്യൂസ് അല്ല, അത് ബ്രോക്കൺ ആയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പൊ ആ ബ്രോക്കൺ ആയിട്ടുള്ള ഇന്റർവെൽസിനെ നമ്മൾ എടുക്കുക. ആ ബ്രോക്കൺ ഇന്റർവെൽസിലെല്ലാം ഈ കൊച്ചു ഇന്റർവെൽസിലെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ആ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം, കുറെ കൊച്ചു പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആ പാർട്സിലെല്ലാം എഫ് ഡാഷ് കണ്ടിന്യൂസ് ആയിരിക്കും, ആ പാർട്സിലെല്ലാം ഈ ഒരു ഡെഫിനിഷൻ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് പീസ് വൈസ് കണ്ടിന്യൂറ്റിയുടെ കേസിലും ഈ കാര്യം തന്നെ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ എഫ് ഡാഷ് കണ്ടിന്യൂസ് എന്ന് എടുക്കുന്നു, പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് എടുക്കുമ്പോൾ പ്രൂഫ് സിമിലർ തന്നെയാണ് വിത്ത് അഡീഷൻ ദാറ്റ് യു ഹാവ് ടു സ്പ്ലിറ്റ് ദ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ ഇൻറ്റു സ്മോൾ പാർട്സ് ഇൻ വിച്ച് എഫ് ഡാഷ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ദെൻ ദിസ് ഫോർമുല വിൽ ഫോളോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടുപിടിച്ചത് ആ ഒരു പ്രൂഫും കാണിക്കണം. അതിനുശേഷം ഇതിലേക്ക് വരണം. അല്ലാതെ വെറുതെ എൽ ഓഫ് എഫ് ഡാഷ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് നിങ്ങൾ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് എഴുതി വെക്കരുത്. ആദ്യം നിങ്ങൾ എൽ ഓഫ് എഫ് ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് പ്രൂവ് ചെയ്യുക, അതിനുശേഷം എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. അപ്പൊ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഇതാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കറിയാം എൽ ഓഫ് എഫ് ഡാഷ്. ഈ എഫ് ഡാഷിന്റെ കേസിൽ നമ്മൾ തിയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇതേപോലത്തുള്ള കുറെ അസംഷൻസ് എഴുതുക. The transform of second derivative of f of t satisfies L of f double dash equal to s square into L of f dash, sorry, s square into L of f minus s into f of 0 minus f dash of 0. അത്രയും കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് this holds if f dash of t is continuous for all t greater than or equal to 0 and satisfies the growth restriction. Modulus of f dash of t is less than or equal to m into e raised to kt. And f double dash is piecewise continuous on every finite interval on semi-axis t greater than or equal to 0. ആ ഒരു തിരുത്തും കൂടെ ഇതിൽ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളോട് വന്നാൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ തിയറോ എഴുതാം, അതുപോലെ തന്നെ പ്രൂഫും എഴുതാം. ഇനി നമുക്കറിയാം എൽ ഓഫ് എഫ് ഡാഷ് എന്താണെന്ന് അറിയാം, എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 ആണ്. അപ്പം ഇവിടെ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് നമുക്ക് എൽ ഓഫ് എഫ് ഡാഷ് ഹോൾ ഡാഷിന് എഴുതാം. അതെന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഡാഷ് നമുക്ക് എഴുതാം. ഇനി എൽ ഓഫ് എഫ് ഡാഷ് എന്താണ്, എൽ ഓഫ് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ എസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. ഹെൻസ് ദ പ്രൂഫ്. ഇങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡെറിവേറ്റീവിന്റെ പ്രൂഫിലേക്ക് നമ്മൾ വരിക. ഇനി അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ ആണ്. ലെറ്റ് എഫ് ഓഫ് എസ് ബി denote the transform of a function f of t which is piecewise continuous for all t greater than or equal to 0 and satisfies the growth restriction. Modulus of f of t less than or equal to m into a raised to kt, s greater than 0, s greater than k and t greater than 0. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ നമ്മൾ എഴുതുന്ന സമയത്ത് എഫ് ഓഫ് എസ് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്നും എഫ് പീസ്വൈസ് കണ്ടിന്യൂസ് ആണെന്നും അതുപോലെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ ഓൾ ടി greater than or equal to 0. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് പറയാം എൽ ഓഫ് ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ഡി ടോ എന്ന് പറയുന്നത് 1/s എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ദസ് ഇന്റഗ്രൽ ഓവർ 0 to ഇൻഫിനിറ്റ് 0 to t എഫ് ഓഫ് ടോ ഡി ടോ എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജി ഓഫ് ടി എന്ന് പറഞ്ഞത് ഈ ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അതായത് ജി ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ഡി ടു. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ജി ഓഫ് ടി നമുക്ക് എന്ത് കിട്ടും, modulus of integral over 0 to t f of tau d2 which is less than or equal to integral over 0 to t f modulus of f of tau d2 which is less than or equal to m into integral over 0 to t e raised to k tau d2. Since m f of t is modulus of f of t is less than or equal to m into e raised to kt ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതാം, m into integral over 0 to t e raised to k tau d2 എന്ന് എഴുതാം. അതായത് ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, m by k e raised to kt within the limit 0 to t എന്ന് വരും. ആൻഡ് ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരും, ഇ റേസ് ടു കെ ടി മൈനസ് 1 വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു കെ ടി അല്ലേ. ഇതിൽ നിന്നും എം ഇൻറ്റു ഇ റേസ് ടു കെ ടിയിൽ നിന്നും എം ബൈ കെ കുറയ്ക്കുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു കെ ടി ബൈ കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ജി ഓഫ് ടി കണ്ടിന്യൂസും ആണ്. സിൻസ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ്, അത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെങ്കിൽ നമുക്കറിയാം ജി ഓഫ് ടി നമ്മളിങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് ടി എന്തായിരിക്കും, എഫ് ഓഫ് ടി ആയിരിക്കും അല്ലേ. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ജി ഓഫ് ടി ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ഡി ടോ ആണെങ്കിൽ ജി ഡാഷ് ഓഫ് ടി എന്ത് വരും, എഫ് ഓഫ് ടി ആയിരിക്കും. Therefore, L of f of t എന്ന് പറയുന്നത് എന്താണ്, L of g dash of t ആണ്. Now, L of g dash of t by the definition of Laplace transform derivative, we have s into L of g of t minus g of 0. That is, you have s into L of g of t minus ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ 0 to 0 ആണ്. അത് 0 തന്നെ ആയി പോവും. ഇപ്പം നമുക്ക് എന്ത് വരും, എൽ ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് വരും. ജി ഓഫ് ടി എന്താണ്, ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ടി ടോ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എൽ ഓഫ് ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ഡി ടോ. ഇതെന്താണ്, അപ്പം ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതിയാൽ നമ്മുടെ പ്രൂഫ് ഓക്കെ ആയി. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു 1/s ഈക്വൽ ടു എൽ ഓഫ് ഇന്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് ടോ ഡി ടു. ഇത്രയേ ഉള്ളൂ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രേഷൻ്റെ അല്ലെങ്കിൽ ഇന്റഗ്രൽസിന്റെ പ്രൂഫ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
1 by s into s square plus omega square ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. നമുക്ക് എന്തറിയാം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തറിയാം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 by s square by omega സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം, സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ആണെന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into 1 by s square plus omega square. നമുക്ക് നേരത്തെ ഇപ്പൊ എഴുതിയ തിയറം വെച്ച് എന്ത് പറയാം, എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് നോക്കിക്കേ, ഇതിന്റെ നമ്മൾ ഇൻവേഴ്സ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into f of s എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ 0 to t f of tau d2 where f of t എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ f of s ആണ്. അങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ നേരത്തെ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് എഴുതാം, എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into 1 by s square plus omega square എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ 0 to t ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ആണ്. അപ്പൊ നമുക്ക് അതിനെ എന്തെഴുതാം, സൈൻ ഒമേഗ ടു ബൈ ഒമേഗ ഡി ടു എന്ന് എഴുതാം. നൗ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 1 by ഒമേഗ പുറത്തെടുക്കുക, 1 minus കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് കിട്ടും. കാരണം സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, കോസ് ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി ആണ് ഡിവൈഡഡ് ബൈ ഒമേഗ. നോ യെസ്, നൗ within the limits 0 to t അല്ലേ, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ വിത്തിൻ ദ ലിമിറ്റ് 0 to t എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും, ഇവിടെ 1 by ഒമേഗ ഓൾറെഡി ഉണ്ട്. നൗ അപ്ലൈ ദ ലിമിറ്റ്സ്, യു വിൽ ഗെറ്റ് മൈനസ് കോസ് ഒമേഗ ടി മൈനസ് ഓഫ് മൈനസ് ദാറ്റ് ഈസ് പ്ലസ് കോസ് 0 by omega, അതായത് 1 minus cos omega t by omega, that is 1 by omega square into 1 minus cos omega t. അങ്ങനെ ഈ വാല്യൂ കിട്ടും. അതുപോലെ ഇതും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 by s square into s square plus omega square എന്താണ്. അപ്പൊ നമുക്ക് അതിവിടെ എൽ ഇൻവേഴ്സ് എടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് s square plus omega square നമുക്ക് 1 by s into s square plus omega square എന്ന് എഴുതാം അല്ലേ. അതായത് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into s square plus omega squareന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1 by omega square 1 minus cos omega t. അപ്പൊ നമുക്ക് എന്ത് വരും, എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square into 1 by s square plus omega square നമുക്ക് എങ്ങനെ എഴുതാം, 1 by ഈ ഒമേഗ സ്ക്വയർ കോമൺ എടുക്കുക, ഇന്റഗ്രൽ 0 to t ഇതിന്റെ ഇന്റഗ്രൽ അല്ലേ. അപ്പൊ എന്ത് വരും, 1 minus cos omega ടോ ഡി ടോ, ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോ മൈനസ് ഇന്റഗ്രൽ ഓഫ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ബൈ ഒമേഗ, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടു ബൈ ഒമേഗ ദാറ്റ് വിത്തിൻ ദ ലിമിറ്റ് 0 to t. നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും, ലിമിറ്റ് ടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ടി മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ മൈനസ് 0 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടും 0 ആയി പോകും. ദാറ്റ് ഇസ് ആർ ഫൈനൽ ആൻസർ ഇസ് ടി ബൈ ഒമേഗ സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ക്യൂബ്. ദിസ് ഇസ് ആർ ആൻസർ. ഇനി നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എന്താ ചെയ്യുക, ഈ ഫോർമുല നിങ്ങൾ നേരത്തെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ നിങ്ങൾ എഴുതി ഈ ഫോർമുല, ഇന്റഗ്രൽ ഓവർ 0 to t f of tau d2 എന്ന് പറയുന്നതാണ് നമ്മുടെ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into f of s എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, അത് നമുക്ക് പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കേ, ഇനി സോൾവിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തുക. y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ y of 0 ഈക്വൽ ടു 1 എന്നിട്ടുണ്ട്, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1. ഇത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്, കാരണം ഇനീഷ്യൽ വാല്യൂസ് ആണ് 0യും 0. അതിന്റെ വൈയുടെ 0യിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്, y ഡാഷിന് 0യിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് എൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. Now we have to apply. The first step എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എൽ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു എൽ ഓഫ് ടി, ദാറ്റ് ഇസ് എൽ ഓഫ് y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ലീനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എൽ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് എൽ ഓഫ് y ഈക്വൽ ടു 1 by എൽ ഓഫ് ടി എന്ന് പറയുന്നത് 1 by s സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. നൗ എൽ ഓഫ് y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് s സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് y മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. അതുപോലെ എൽ ഓഫ് y നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി എൽ ഓഫ് y ഈ രണ്ടിടത്തുണ്ട്, ആ രണ്ടിടത്തുനിന്നും എൽ ഓഫ് y നമുക്ക് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും, എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എൽ ഓഫ് y മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് 1 ഈക്വൽ ടു 1 by s സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ, നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എൽ ഓഫ് y ഈക്വൽ ടു 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് വരും. നൗ ഇവിടെ എസ് സ്ക്വയർ മൈനസ് 1 ആണ്,
നമുക്കറിയാം എസ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 എന്നൊക്കെ എഴുതാം. ഇവിടെ ഒരു എസ് പ്ലസ് 1 കിടപ്പുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിലേക്ക് എസ് സ്ക്വയർ പ്ലസ് 1 കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് വൈ ഈക്വൽ ടു എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1 ബൈ ഇവിടെ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 സ്പ്ലിറ്റ് ചെയ്യാം. എസ് പ്ലസ് 1 ക്യാൻസൽ ആയിപ്പോൾ ബാക്കി എന്തുണ്ട്? 1 ബൈ എസ് മൈനസ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 വരും. ദാറ്റ് ഈസ് 1 ബൈ എസ് മൈനസ് 1 പ്ലസ് ഈ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ സേ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 1 ബൈ എ മൈനസ് ബി ഇൻറ്റു 1 ബൈ എസ് പ്ലസ് ബി മൈനസ് എസ് പ്ലസ് എ എന്നുള്ള രീതിയിൽ ഒരു സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ എസ് സ്ക്വയർ രണ്ടിടത്തും എസ് സ്ക്വയർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പം അത് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 മൈനസ് ഏതാണോ ചെറുത് അത് ആദ്യം 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ബൈ എസ് സ്ക്വയർ എന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക ന്യൂമറേറ്റർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് 1 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉറപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി. അപ്പം therefore y ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി ആണ്. അതുപോലെ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞത് സൈനസ് ടി ആണ്. അതുപോലെ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞത് ടി ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. വൈ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു ടി പ്ലസ് സൈനസ് ടി മൈനസ് ടി ആണ്. ഇനി ഷിഫ്റ്റഡ് ഡേറ്റ പ്രോബ്ലം, ഇതാണ് കുറച്ചുകൂടെ ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഷിഫ്റ്റഡ് ഡേറ്റ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിവിടെ വൈ ഓഫ് 0 അല്ല തന്നേക്കുന്നത്, വൈ ഡാഷ് ഓഫ് 0 അല്ല തന്നേക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം? കാരണം നമുക്കറിയാവുന്ന എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 ആണുള്ളത്. അതുപോലെ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് നമ്മൾ എഴുതിയാലും നമുക്ക് എന്ത് വരും? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. അവിടെ നമുക്ക് എഫ് ഓഫ് 0യും എഫ് ഡാഷ് ഓഫ് 0യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? അല്ലേ വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0 ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? വൈ ഓഫ് 1/4ഉം പൈയും അതുപോലെ വൈ ഡാഷ് ഓഫ് 1/4 പൈ എന്നാണ് കിടക്കുന്നത്. അപ്പം രണ്ടിടത്തും സെയിം വാല്യൂ ആണ്, പക്ഷെ അത് 0 അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/4 പൈയിനെ 0യിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0യിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിപ്പം ഇവിടുത്തെ ഫംഗ്ഷൻ വൈ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ടി ആവുമ്പോഴാണ് നമുക്കിവിടെ 1/4 പൈ എഴുതുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാല്യൂനെ കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം അല്ലേ? ഇവിടെയും വൈ ഓഫ് 0 വേണം, ഇവിടെയും വൈ ഡാഷ് ഓഫ് 0 വേണം. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? ടി നോട്ട് എന്ന് ഉള്ളത് ഇവിടെ ഷിഫ്റ്റഡ് ഡേറ്റ പ്രോബ്ലത്തിൽ എവിടെയാണോ വൈ ഓഫ് എന്ന് കൊടുത്തേക്കുന്ന വാല്യൂ ഉള്ളത് അതിനെ നമ്മൾ ടി നോട്ട് എന്ന് വിളിക്കുക 1/4 പൈ. എന്നിട്ട് എന്ത് ചെയ്യുക? ടി എന്നുള്ളത് ടി ടെൽഡ ടി അല്ലെങ്കിൽ ടി ബാർ എന്തെങ്കിലും, ടി ബാറോ ടി ഡാഷോ എന്തെങ്കിലും വിളിക്കുക. ടി എന്ന് പറയുന്നത് ടി ടിൽഡ പ്ലസ് 1/4 പൈ എന്ന് വിളിക്കുക. അതായത് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷന്റെ കൂടെ പ്ലസ് 1/4 പൈ ആഡ് ചെയ്യുന്ന രീതിയിൽ എഴുതി വെക്കുക. അപ്പൊ നോക്കിക്കേ നിങ്ങൾ ഇവിടെ നിങ്ങൾ ടി അസ്യൂം ചെയ്യുമ്പോഴാണ് ഈ ഒരു ലിമിറ്റ്സ് വരിക. അപ്പൊ ഇവിടെ ടി ആണ് നമ്മുടെ 1/4 പൈ എന്ന് പറയുന്നത്. ടി 1/4 പൈ വരുമ്പോൾ ടി ടിൽഡ എന്ത് വരും? ടി ടിൽഡ എന്ന് പറയുന്നത് ടി ടിൽഡ പ്ലസ് 1/4 പൈ ആണ് ടി എന്ന് പറയുന്നത്. അപ്പൊ ടി 1/4 പൈ ആവുമ്പോഴത്തേക്കും ടി ടിൽഡ എന്ത് വരും? ടി ടിൽഡ എന്ന് പറയുന്നത് 1/4 പൈ മൈനസ് 1/4 പൈ, അതായത് ടി ടിൽഡ എന്ന് പറയുന്നത് 0 ആയി പോകും. സോ നമുക്ക് എന്ത് വരും? വൈ ടിൽഡ ദ ഹോൾ ഡബിൾ ഡാഷ് പ്ലസ് വൈ ടിൽഡ ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ഈ ഒരു ടി നോട്ട് 1/4 പൈ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ടി ഈക്വൽ ടു ടി ടിൽഡ പ്ലസ് 1/4 പൈ എന്ന് എഴുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു വൈനെ, കാരണം ഇവിടെ നമ്മൾ വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് എഴുതിയേക്കുന്നത്, ഇവിടെ വൈ ഓഫ് ടി ആണ് എഴുതിയേക്കുന്നത്, ഇവിടെ ടി ആണ് കിടക്കുന്നത്. ടീനെ എന്താക്കി മാറ്റണം? ടി ടിൽഡയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈനെ എന്താകും? അപ്പോൾ വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. നമുക്ക് വേണ്ടത് വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ടിൽഡ ആണ്. ഈ വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ടിൽഡ നമ്മൾ വൈ ടിൽഡ എന്ന് എഴുതും. ഓക്കെ, അല്ലെങ്കിൽ വൈ ടിൽഡ ദ ഹോൾ ഡബിൾ ഡാഷ് എന്ന് എഴുതും.
അങ്ങനെ ഒരു നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഇക്വേഷൻ എന്തായി മാറും? ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിൽഡയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. y ടിൽഡ ദ ഹോൾ ഡബിൾ ഡാഷ് പ്ലസ് y ടിൽഡ ഈക്വൽ ടു ടി കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക? ടി ടിൽഡ പ്ലസ് 1/4 പൈ. അപ്പം ഇവിടെ എന്ത് വരും? നമ്മുടെ ടിക്ക് 1/4 പൈ കൊടുക്കുമ്പോൾ നമ്മുടെ ടി ടിൽഡ എന്ന് പറഞ്ഞാൽ 0 ആണ്. സെൽഫ് y ടിൽഡ ഓഫ് 0 ഈക്വൽ ടു 1/2 പൈ. അതുപോലെ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 2 മൈനസ് √2 എന്ന് വരും. ദാറ്റ് ഈസ് ഇനി എന്താ ചെയ്യുക? ഈ ഒരു ഇക്വേഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യുക. നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഫോർമുലാസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ. L of y tilde the whole double dash plus L of y tilde equal to 2 into L of t tilde plus 2 into L of 1/4 pi. That is you will get. ഇവിടെ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരും? S² into L of y tilde മൈനസ് S into y tilde of 0 മൈനസ് y tilde dash of 0 plus L of y tilde equal to 2 into L of t tilde plus L of 1/4 tilde 1/4 pi. ഇവിടെ ഒരു y tilde ഉണ്ട്, ഇവിടെ ഒരു L of y tilde ഉണ്ട്. അവിടെ രണ്ടിടത്തൊന്നും L of y tilde കോമൺ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? S² plus 1 into L of y tilde. ഇതെന്ന് പറഞ്ഞത് y tilde of 0 എന്ന് പറയുന്നത് എന്താണ്? 1/2 പൈ ആണ് നമ്മുടെ കൊടുക്കുക. S/2 പൈ മൈനസ് 2 മൈനസ് √2 ഈക്വൽ ടു 2 ഇൻറ്റു L of t tilde എന്ന് പറയുന്നത് 1/s² ആണ്. അതുപോലെ L of 1/4 പൈ എന്ന് പറയുന്നത് π/4/s ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? S² plus 1 into L of y tilde ഈക്വൽ ടു 2/s² plus π/2 s plus s/2 പൈ പ്ലസ് 2 മൈനസ് √2. ഈ 2 മൈനസ് √2നെയും അതുപോലെ S/2 പൈ, ഈ പൈ മുകളിലാണ്, S/2 പൈ π/2 എന്നാണ് കിടക്കുന്നത്. അപ്പം S/2 ഈ രണ്ട് കാര്യങ്ങളെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് എന്താണ്? S² പ്ലസ് L of y tilde ഉണ്ട്. ഇനി L of y tilde എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2/s² into s² plus 1 plus π/2 s into s² plus 1 plus s/2 into s² plus 1 plus 2 minus √2/s² plus 1 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് വേണ്ടത്. അതിന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നമുക്ക് ഈ ഒരു ടേമിനെ എന്താക്കി മാറ്റാം? 2 into 1/s² minus 1/s² plus 1 ആയിട്ട് നമ്മൾ ചെയ്ത പോലെ 1 ലോവർ ടേം മൈനസ് 1 കുറച്ചുകൂടെ വലിയ ടേം മൈനസ് 1/s² minus 1/s² plus 1 എന്ന് എഴുതാം. ഇവിടെ ഇവ തമ്മിലുള്ള കോൺസ്റ്റൻസ്, അതായത് ഇവിടെ S² plus a അതുപോലെ S² plus b ഇത് രണ്ടും 1 ആയതുകൊണ്ടാണ് 1/b മൈനസ് എ എഴുതേണ്ടി വരാത്തത്. അത് 0യും ഒരാൾ 1ഉം ആണ്. അതുകൊണ്ടാണ് നമുക്കറിയാം 1/a² plus a into a² plus b with a greater than b ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/a minus b into 1/a² plus b minus a² plus a. ഇവിടെ നമ്മുടെ എയും ബിയും എന്താണ്? b എന്ന് പറയുന്നത് 0 ആണ്, അതുപോലെ a എന്ന് പറയുന്നത് 1 ആണ്. സോ യു ഹാവ് 1/a² minus 1/s² plus 1 plus 1/2 1/s into s² plus 1 plus 1/2 s π/s² plus 1 plus √2 minus √2/s² plus 1. ഇനി L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. L ഇൻവേഴ്സ് ഓഫ് 1/s² is t tilde. അതുപോലെ L ഇൻവേഴ്സ് ഓഫ് 1/s² plus 1 is sin t tilde. അതുപോലെ L ഇൻവേഴ്സ് ഓഫ് 1/s into s² plus 1 ഇത് നമുക്ക് എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽസിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് ടി ടിൽഡ എന്ന് കിട്ടും. അതുപോലെ തന്നെ 1 ഇതിന്റെ L ഇൻവേഴ്സ്, അതായത് π/2 into L ഇൻവേഴ്സ് ഓഫ് s/s² plus 1 എന്ന് പറഞ്ഞത് കോസ് ടി ടിൽഡ എന്ന് വരും. അതുപോലെ തന്നെ 2 മൈനസ് √2 into L ഇൻവേഴ്സ് ഓഫ് 1/s² plus 1 എന്ന് പറയുന്നത് സൈൻ ടി ടിൽഡ എന്ന് വരും. ഓക്കെ, 2 മൈനസ് √2 into സൈൻ ടി ടിൽഡ. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാമോ? കുറേ കാര്യങ്ങൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ കുറേ ടേംസ് ഉണ്ട്. ഒന്ന് 2 സൈൻ ടി ടിൽഡയും മൈനസ് സൈൻ ടി ടിൽഡയും ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ π/2 കോസ് ടി ടിൽഡയും പ്ലസ് π/2 മൈനസ് π/2 കോസ് ടിൽഡയും ക്യാൻസൽ ആയി പോകും. ബാക്കി 2 ടി ടിൽഡ പ്ലസ് π/2 മൈനസ് √2 സൈൻ ടി ടിൽഡ. ഇത് എന്തിൽ കിടക്കുകയാണ്? y ടിൽഡയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താണ്? y ആണ്. നമ്മൾ yനെ y ടിൽഡയിലേക്ക് കൺവേർട്ട് ചെയ്തത് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. എന്താണ്? t ഈക്വൽ ടു ടി ടിൽഡ പ്ലസ് 1/4 അപ്ലൈ ചെയ്യുമ്പോഴാണ് y ടിൽഡ ആയിട്ട് മാറിയത്. ഇനി തിരിച്ച് y ടിൽഡനെ y ആക്കാൻ വേണ്ടിയിട്ട് എന്താ അപ്ലൈ ചെയ്യുക? ടി ടിൽഡ ഈക്വൽ ടു t മൈനസ് π/4 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണോ t കിടക്കുന്നത് അവിടെ എല്ലാം t മൈനസ് π/4 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ്
ടി ടിൽഡ നോ ഇവിടെ സൈൻ ടി ടിൽഡ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ ടി ടിൽഡ ഈക്വൽ ടു സൈൻ ടി മൈനസ് പൈ ബൈ 4 കൊടുക്കുക. അപ്പം കാരണം ടി ടിൽഡ എന്ന് പറഞ്ഞത് ടി മൈനസ് പൈ ബൈ 4 ആണല്ലോ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നോ ടി മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും സൈൻ ഓഫ് ടി മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ സൈൻ ടി ഇൻറ്റു കോസ് പൈ ബൈ 4 മൈനസ് കോസ് ടി ഇൻറ്റു കോസ് സൈൻ പൈ ബൈ 4. Now cos pi by 4 is 1 by root 2, sin pi by 4 is also 1 by root 2. So we have 1 by root 2 into sin t minus cos t എന്ന് വരും. That is finally നമുക്ക് ആൻസർ എന്ത് കിട്ടും y equal to 2 into t minus pi by 4 plus pi by 2 minus root 2 into 1 by 2 sin t minus cos t. Now 1 by root 2 and root 2 cancel ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട് 2t minus sin t plus cos t എന്ന് കിട്ടും. That is y equal to 2t minus sin t plus cos t. This is our final answer. ഇങ്ങനെയാണ് shifted Laplace ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോറി ഷിഫ്റ്റഡ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യുന്നത്. എന്ത് ചെയ്യുക ഫസ്റ്റ് എന്താണോ നമ്മുടെ വൈ ഓഫ് ഇനീഷ്യൽ സീറോയ്ക്ക് പകരം കിടക്കുന്ന എന്ത് വാല്യൂ ആണോ അത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ടി ടിൽഡ എന്ന് പറയുന്നത് പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ടി ഈക്വൽ ടു ടി ടിൽഡ പ്ലസ് എന്താണോ ഇവിടെ സീറോയ്ക്ക് പകരം കിടക്കുക അത് ഇവിടെ കൊടുക്കുക. ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വൈ എന്തായി മാറും വൈ ടിൽഡ ആയിട്ട് മാറും. ഓക്കെ കാരണം നേരത്തെ ഉള്ളത് വൈ ഓഫ് ടി ആയിരുന്നു. അത് വൈ ഓഫ് ടി ടിൽഡ ആവുമ്പോഴത്തേക്കും വൈ എന്തായി മാറും ഈ വൈ ഓഫ് ടി ടിൽഡയാണ് നമ്മൾ വൈ ടിൽഡ എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. ടി ഈക്വൽ ടു ടി ടിൽഡ പ്ലസ് 4 എന്ന് കൊടുക്കുക. നിങ്ങളുടെ ഇക്വേഷനിൽ നിങ്ങൾക്ക് വൈ എവിടെ കിടക്കുന്നു അവിടെയൊക്കെ വൈ ടിൽഡ എന്ന് കൊടുക്കുക. ടി എവിടെ കിടക്കുന്നു അവിടെയൊക്കെ ടി പ്ലസ് 1/4 അല്ലെങ്കിൽ ഇവിടെ എന്താണോ വാല്യൂ ഉള്ളത് അത് എഴുതുക. എന്നിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. വൈ ടിൽഡ കണ്ടുപിടിക്കുക. വൈ ടിൽഡ കിട്ടിയതിന് ശേഷം തിരിച്ച് നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്യണം ടി ടിൽഡനെ ടീൻ്റെ ടേംസിൽ എഴുതണം. എന്നിട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടും വൈ ടിൽഡ എന്ന് പറയുന്നത് വൈ ആയി മാറും. ഓക്കെ വൈ ടിൽഡയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ടി ടിൽഡ ഈക്വൽ ടു ടി മൈനസ് പൈ ബൈ 4 അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്യുമ്പോൾ വൈ എന്തായി മാറും വൈ ടിൽഡ എന്ന് പറയുന്നത് വൈ ആയി മാറും. അപ്പം നമുക്ക് വൈയുടെ ആൻസർ കിട്ടും. ഓക്കെ ഇങ്ങനെയാണ് ഷിഫ്റ്റഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി കുറച്ച് സെക്കൻഡ് സെക്ഷനുകളുടെ ഉണ്ട്.